അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ നമുക്ക് കാർഡ് ഉപയോഗിച്ച് എങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മുടെ ATM കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ കാണുന്ന ബൈ നൗ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡെലിവറി അഡ്രസ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മുടെ ഡെലിവറി അഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡെലിവറി ഹിയർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഓർഡർ സമ്മറി വന്നിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാർഡ് ഉപയോഗിച്ചാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണുന്ന ക്രെഡിറ്റ്, ഡെബിറ്റ്, ATM കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മുടെ ATM കാർഡിൻ്റെ ബാക്ക് വശത്തുള്ള നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ATM കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് വാലിഡിറ്റി ഡേറ്റ് കാണാം. അതുപോലെ തന്നെ CVC എന്ന് പറഞ്ഞ ഒരു നമ്പർ കാണാം. ഇത് കൂടി ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം പേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ റീഡയറക്റ്റ് എന്ന് ലോഡ് ആകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത പേജിലായിട്ട് OTP ചോദിക്കും. നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓർഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ATM കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.